ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത ചട്ടക്കൂടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പടരുന്ന ഒരു കോക്രോച്ച് വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയാണല്ലേ നമ്മൾ. CGP ഒരു തമാശയല്ല, മറിച്ച് തൊഴിലില്ലായ്മയും രാഷ്ട്രീയ അവഗണനയും പേറുന്ന ജെൻസി തലമുറയുടെ ആഴത്തിലുള്ള പ്രതിഷേധമായിട്ട് തന്നെ നമ്മൾ അതിനെ കാണണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിൽ ഇല്ലെങ്കിലും BJPയെയും കോൺഗ്രസിനെയും പിന്തള്ളി ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൽ മുന്നേറുന്ന ഈ പ്രസ്ഥാനം ഇന്ത്യയിലെ മാറുന്ന രാഷ്ട്രീയ ബോധത്തിന്റെ തെളിവാണെന്ന് പറയുന്നത് സത്യമാണ്. അയൽ രാജ്യങ്ങളിൽ കണ്ടതുപോലെയുള്ള വലിയ യുവാക്കളുടെ പ്രക്ഷോഭത്തിന് ഇന്ത്യ വേദിയാകാൻ പോകുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഈ ഡിജിറ്റൽ മുന്നേറ്റം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദങ്ങൾ ഇനി തെരുവുകളിൽ പ്രകമ്പനം കൊള്ളാൻ പോകുന്നതിന്റെ തുടക്കമാണ് ഇതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്താണ് CGPയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് എന്താണ് ഈ പാർട്ടി എന്നും എങ്ങനെയാണ് ഈ പാർട്ടി രൂപപ്പെട്ടതും എന്നൊക്കെ വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CGP എന്നത് കേവലം ഒരു തമാശയോ മീം പേജോ ഒന്നുമല്ല, മറിച്ച് ഇന്ത്യയിലെ യുവാക്കളുടെ പ്രത്യേകിച്ച് ജെൻസി തലമുറയുടെ കടുത്ത രാഷ്ട്രീയ അതൃപ്തിയുടെയും നിരാശയുടെയും പ്രതീകമായി മാറിയിരിക്കുന്ന ഒരു ട്രെൻഡാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന യുവാക്കളുടെ ശബ്ദമായി ഈ പ്രസ്ഥാനം പെട്ടെന്ന് തന്നെ വളർന്നു കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഈ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം വളരെ രസകരവും എന്നാൽ ആഴത്തിലുള്ള രാഷ്ട്രീയ അർത്ഥങ്ങൾ ഉള്ളതുമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ സൂര്യകാന്ത് തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകൾ അതായത് കോക്രോച്ച് എന്നും സമൂഹത്തിലെ പരാന്നഭോജികൾ എന്നും വിശേഷിപ്പിച്ചത് വലിയ വിവാദമായ സംഭവമായിരുന്നു. ഈ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബോസ്റ്റൺ സർവകലാശാലയിലെ വിദ്യാർത്ഥിയും മുൻ ആം ആദ്മി പാർട്ടി സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റുമായിട്ടുള്ള അഭിജിത്ത് ദീപക്കെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു ഡിജിറ്റൽ മുന്നേറ്റം ആരംഭിക്കുന്നത്. തങ്ങളെ പാറ്റകൾ എന്ന് വിളിച്ചതിനെ ഒരു ബഹുമതിയായി ഏറ്റെടുത്തുകൊണ്ട് ആ പേര് തന്നെ ഒരു രാഷ്ട്രീയ ചിഹ്നമാക്കി മാറ്റുക എന്ന വളരെ തന്ത്രപരമായ തീരുമാനമാണ് ഈ പ്രസ്ഥാനത്തിന് ജനശ്രദ്ധ നേടിക്കൊടുത്തത്. അതായത് പാറ്റയാണ് ഇവരുടെ ചിഹ്നം പോലും. ഈ പ്രസ്ഥാനം ഇത്രയധികം സ്വാധീനം ചെലുത്താനും വളരാനും കാരണങ്ങൾ പലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു അതൃപ്തിയുടെ പ്രകടന പത്രികയാണ് എന്ന കാര്യമാണ്. തൊഴിലില്ലായ്മ, പരീക്ഷാ തട്ടിപ്പുകൾ, സർക്കാർ ജോലിക്കുള്ള അമിതമായ കാത്തിരിപ്പ്, രാഷ്ട്രീയ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത അവസ്ഥ എന്നിവയ്ക്കെതിരെയുള്ള യുവാക്കളുടെ വലിയ രോഷം ഈ പാർട്ടിക്ക് ലഭിക്കുന്ന വലിയ പിന്തുണയ്ക്ക് പിന്നിൽ നമുക്ക് പറയാനുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ബോധ്യം യുവാക്കളിൽ ശക്തവുമാണ്. ആ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം അവർക്ക് അഭയമായിട്ട് മാറുന്നത്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയയുടെ കുതിപ്പ് അവിശ്വസനീയവുമാണ്. കേവലം ദിവസങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നേടിയെടുക്കാൻ CGPക്ക് അനായാസം സാധിച്ചു. ഇന്ത്യയിലെ ഭരണകക്ഷിയായ BJPയുടെയും മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെയും ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ മറികടന്നുകൊണ്ട് ഈ ഡിജിറ്റൽ മുന്നേറ്റം രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു ആശയത്തിന് എത്രത്തോളം വേഗത്തിൽ പടരാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ സംഭവം. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആക്ഷേപഹാസ്യവും രാഷ്ട്രീയവും സമന്വയിപ്പിച്ചാണ് ഇവർ ആശയവിനിമയം നടത്തുന്നത് എന്ന കാര്യമാണ്. തങ്ങൾ സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, ലേസി അഥവാ അലസരായ പാർട്ടിയാണെന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രമേയങ്ങളെ പരിഹസിക്കുന്ന ഒരു രീതി തന്നെയാണ്. മീമുകളിലൂടെയും ഹാസ്യത്തിലൂടെയും അവതരിപ്പിക്കുന്ന രീതി യുവാക്കളെ വളരെ വേഗത്തിൽ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു വെർച്വൽ പ്രസ്ഥാനം മാത്രമായി ഒതുങ്ങുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. യുവാക്കൾ പാർട്ടിയുടെ മുഖംമൂടി ധരിച്ച് പ്രതിഷേധങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ തുടങ്ങിയത് ഇതിന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ്. രാഷ്ട്രീയക്കാരും സാമൂഹിക പ്രവർത്തകരും വരെ ഈ പ്രസ്ഥാനവുമായി ആശയവിനിമയം നടത്താൻ നിർബന്ധിതരാകുന്നു എന്നത് ഈ ഡിജിറ്റൽ പ്രസ്ഥാനത്തിന്റെ വിജയം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടി അല്ല ഇതെന്ന കാര്യം സത്യമാണ്. എങ്കിലും പലരും ഇതിനെ ഒരു ബദൽ രാഷ്ട്രീയമായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇന്ത്യയിലെ ഒരു യാഥാർത്ഥ്യം. ഈ പ്രസ്ഥാനം ഭാവിയിൽ ഒരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയായി മാറുമോ അതോ സോഷ്യൽ മീഡിയയിലെ ഒരു താൽക്കാലിക തരംഗം മാത്രമായി ഒതുങ്ങുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എങ്കിലും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്രാപ്യമായ രീതിയിൽ യുവാക്കളുടെ വികാരങ്ങളെ വോട്ടെടുപ്പിന് അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിലൂടെ സംഘടിപ്പിക്കാൻ CGPക്ക് അനായാസം സാധിച്ചു എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ മാറ്റത്തിന്റെ സൂചനയായിട്ട് തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഡിജിറ്റൽ യുഗത്തിലെ പ്രതിഷേധത്തിന്റെ പുതിയ മുഖമായി ഈ പാർട്ടി ചരിത്രത്തിൽ ഇടം പിടിക്കുക തന്നെ ചെയ്യും. വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്രസ്ഥാനങ്ങൾ പരമ്പരാഗത രാഷ്ട്രീയത്തിന്റെ അടിത്തറകളെ ഇളക്കി മറിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഈ വളർച്ച നമ്മളോട് പറയുന്നത്. ഇത് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. അയൽ രാജ്യങ്ങളിൽ നാം കണ്ട ജനകീയ പ്രക്ഷോഭങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം അടിസ്ഥാനപരമായി ഒരു സാമ്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുമെന്നതാണ് പറയാനുള്ളത്. ഭരണകൂടങ്ങളോടുള്ള യുവാക്കളുടെ അടങ്ങാത്ത രോഷം, തൊഴിലില്ലായ്മ, അഴിമതി, അവസരങ്ങളുടെ നിഷേധം എന്നിവയാണ് പലപ്പോഴും വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്.
ഇന്ത്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് CGP പോലുള്ള ഡിജിറ്റൽ പ്രസ്ഥാനങ്ങളുടെ വളർച്ച ഇത്തരം ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിന് വഴിയൊരുക്കുമോ എന്ന ചോദ്യം ഇന്ന് വളരെ പ്രസക്തവുമാണ്. ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ ഇന്ന് വലിയൊരു രാഷ്ട്രീയത്തിന്റെ മടുപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നത് തർക്കമില്ലാത്തൊരു കാര്യം തന്നെയാണ്. പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന പരമ്പരാഗത രാഷ്ട്രീയ ശൈലികളിൽ നിന്നുള്ള അകൽച്ചയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. യുവാക്കൾക്ക് ഇന്ന് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ഇടങ്ങൾ വളരെ കുറവുമാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഭൂരിഭാഗവും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ യുവാക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ അവഗണിക്കപ്പെടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് CGP പോലുള്ള പ്രസ്ഥാനങ്ങൾ ഒരു സേഫ് പ്ലേസ് ആയിട്ട് മാറുന്നത്. അയൽരാജ്യങ്ങളിലെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്തരം ചെറിയ അതൃപ്തികൾ പെട്ടെന്ന് തന്നെ വലിയ തീപ്പൊരികളായി മാറാമെന്ന കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ഒരേ ചിന്താഗതിക്കാർക്ക് ഒത്തുചേരാനും വളരെ എളുപ്പവുമാണ്. ഒരു ഡിജിറ്റൽ പ്രസ്ഥാനം പെട്ടെന്ന് തന്നെ തെരുവിലേക്ക് ഇറങ്ങാൻ തയ്യാറായേക്കാം എന്നതിന്റെ തെളിവുകൾ നാം സമീപകാലത്ത് കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. യുവാക്കൾ ഇങ്ങനെ ഡിജിറ്റൽ ഇടപെടലുകൾ നടത്തുന്നത് ഒരു തമാശയായിട്ട് നമ്മൾ കാണരുത്, മറിച്ച് അതൊരു സംഘടിത രാഷ്ട്രീയ സ്വത്വത്തിന്റെ രൂപീകരണം തന്നെയാണ്. ഇവർക്ക് കൃത്യമായൊരു നേതൃത്വമോ പാർട്ടി ഘടനയോ ആവശ്യവുമില്ല. പകരം പൊതുവായൊരു ലക്ഷ്യവും അതൃപ്തിയും മാത്രം മതിയാകും ഇവർക്ക് സമരം ചെയ്യാൻ. ഇന്ത്യയിൽ ഇത്തരം ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. എന്നാൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ വലുപ്പവും വൈവിധ്യവും ഇതിനൊരു വലിയ ഘടകമാണ് എന്ന കാര്യം കൂടി എനിക്കിവിടെ പറയേണ്ടതുണ്ട്. അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യം കൂടുതൽ വേരുറച്ചതാണ്. എന്നിരുന്നാലും യുവാക്കളുടെ തൊഴിലില്ലായ്മയും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് വലിയൊരു സാമൂഹിക പ്രക്ഷോഭത്തിലേക്ക് തന്നെ നയിക്കും. ഈ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. നമ്മുടെ അയൽരാജ്യങ്ങളിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കാം. നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ യുവാക്കളെ ഉൾക്കൊള്ളാൻ പരാജയപ്പെട്ടാൽ CGP പോലുള്ള പ്രസ്ഥാനങ്ങൾ കൂടുതൽ ശക്തമാവുകയും കൂടുതൽ ഗൗരവകരമായ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും. യുവജനങ്ങളുടെ ഈ മടുപ്പ് ഒരിക്കലും ഒരു ചെറിയ കാര്യമായിട്ട് ഭരണാധികാരികൾ കാണരുത് എന്നതാണ് പറയാനുള്ളത്. ചരിത്രപരമായ അധികാരം വലിയൊരു വിഭാഗം ജനങ്ങളെ അവഗണിക്കുമ്പോൾ ആ അവഗണനയിൽ നിന്നാണ് വിപ്ലവങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർന്നെടുക്കുന്നത്. ഇന്ത്യയിലെ യുവതലമുറ ഇന്ന് തങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരുമാണ്. വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും അവർക്ക് നൽകുന്ന കരുത്ത് വളരെ വലുതുമാണ്. തങ്ങൾ കോക്രോച്ചുകളല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നവരാണ് എന്ന ബോധ്യം അവർക്ക് കൃത്യമായിട്ടുണ്ട്. CGP പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ഉയർത്തുന്ന ആക്ഷേപഹാസ്യം നാളെ വലിയൊരു രാഷ്ട്രീയ സമരമുറയായി മാറുമെന്ന കാര്യത്തിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഭരണകൂടങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നിലുള്ള ഒരേ ഒരു മാർഗം യുവാക്കളുടെ ശബ്ദം കേൾക്കുക എന്നത് മാത്രമാണ്. ഇനിയും നിങ്ങൾ അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ വലിയ ആപത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായേക്കാം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വിദ്യാഭ്യാസ രംഗത്തെ അഴിമതികൾ ഒഴിവാക്കുക, യുവാക്കളെ രാഷ്ട്രീയ ചർച്ചകളിൽ തുല്യ പങ്കാളികളാക്കുക എന്നിവ അത്യന്താപേക്ഷിതവുമാണ്. സോഷ്യൽ മീഡിയയിലെ ഈ ഡിജിറ്റൽ പ്രക്ഷോഭം കേവലം വോട്ട് ബാങ്കിന് അപ്പുറമുള്ള ഒരു രാഷ്ട്രീയ ബോധവൽക്കരണം തന്നെയാണ്. ഇത് തടയുകയല്ല, മറിച്ച് ഈ യുവാക്കളെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കുകയാണ് ഇവിടെ ആവശ്യം. അല്ലാത്ത പക്ഷം അയൽരാജ്യങ്ങളിൽ കണ്ടതുപോലെ തെരുവുകളിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിലും ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പ് നാം വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് CGPയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഇത് വലിയൊരു രാഷ്ട്രീയ പ്രക്ഷോഭമാകുമെന്നും അതുപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഒക്കെ ഉള്ളതുപോലെ ഒരു ജൻസി പ്രക്ഷോഭം ഇവിടെ ഉടലെടുക്കുമെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണേ.